ഏവർക്കും ഉത്തരായിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് പ്രതിപാദിക്കുന്നത് നക്ഷത്ര മരങ്ങളെക്കുറിച്ചാണ്. ഓച്ചിറ ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരിക്കുന്ന പുണ്യം പൂങ്കാവനം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അശ്വതി നക്ഷത്രത്തിന് കാഞ്ഞിരം നക്ഷത്രവൃക്ഷമാണ്. ഭരണി നക്ഷത്രത്തിന് നെല്ലിയാണ് നക്ഷത്രവൃക്ഷമായിട്ട് വന്നിട്ടുള്ളത്. കാർത്തിക നക്ഷത്രത്തിന് അത്തിയാണ് നക്ഷത്രവൃക്ഷം. ഞാവലാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ നക്ഷത്രവൃക്ഷം. കരിങ്ങാലിയാണ് മകയിരം നക്ഷത്രത്തിൻ്റെ നക്ഷത്രവൃക്ഷം. തിരുവാതിര നക്ഷത്രത്തിൻ്റെ നക്ഷത്രമരം കരിമരമാണ്. മുളയാണ് പുണർത നക്ഷത്രക്കാരുടെ നക്ഷത്രവൃക്ഷം. പൂയം നക്ഷത്രത്തിൻ്റേത് അരയാലാണ്. ഇത് ഈ പുണ്യം പൂങ്കാവനം എന്ന പുണ്യഭൂമിയിൽ കൃത്യം മധ്യഭാഗത്തായി നന്ദികേശനോടൊപ്പം തന്നെയാണ് ഈ അരയാലിനെ നട്ട് വളർത്തിയിട്ടുള്ളത്. അടുത്തത് ആയില്യ നക്ഷത്രത്തിൻ്റെ നാരകമാണ് ആയില്യത്തിൻ്റെ നക്ഷത്രവൃക്ഷം. മകം നക്ഷത്രത്തിന് പേരാലാണ് മകം നക്ഷത്രക്കാരുടെ നക്ഷത്രവൃക്ഷം. പ്ലാശാണ് പൂരം നക്ഷത്രത്തിൻ്റെ നക്ഷത്രവൃക്ഷമായിട്ട് വന്നിട്ടുള്ളത്. ഉത്രം നക്ഷത്രത്തിൻ്റെ നക്ഷത്രവൃക്ഷം ഇത്തിയാണ്. അമ്പഴമാണ് അത്തം നക്ഷത്രത്തിൻ്റെ നക്ഷത്രവൃക്ഷം. കൂവളമാണ് ചിത്തിര നക്ഷത്രത്തിൻ്റെ നക്ഷത്രവൃക്ഷം. ചോതി നക്ഷത്രത്തിൻ്റേത് നീറുമരുതാണ്. വിശാഖത്തിൻ്റേത് വയ്യങ്കതയാണ്. അനിഴ നക്ഷത്രത്തിൻ്റേത് ഇലഞ്ഞിയാണ്. വെട്ടി എന്ന നക്ഷത്രവൃക്ഷമാണ് തൃക്കട്ടയുടേത്. മൂലനക്ഷത്രത്തിൻ്റേത് പൈനാണ്. അടുത്തത് പൂരാട നക്ഷത്രത്തിൻ്റേതാണ്. വഞ്ചി എന്ന മരമാണ് പൂരാട നക്ഷത്രത്തിൻ്റെ നക്ഷത്രവൃക്ഷമായിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. അത് പ്ലാവാണ്. തിരുവോണ നക്ഷത്രത്തിൻ്റെ നക്ഷത്രവൃക്ഷം എരിക്കാണ്. ഔട്ട നക്ഷത്രത്തിൻ്റേത് വന്നി എന്ന നക്ഷത്രമരമാണ്. കടമ്പാണ് ചതയ നക്ഷത്രത്തിൻ്റെ നക്ഷത്രമരം. തേന്മാവ് അഥവാ മാവാണ് ഉരുകട്ട നക്ഷത്രത്തിൻ്റെ നക്ഷത്രവൃക്ഷമായിട്ട് വന്നിട്ടുള്ളത്. ഉത്രട്ടാതിയുടേത് കരിമ്പനയാണ്. കരിമ്പന എന്ന വൃക്ഷമാണ് ഉത്രട്ടാതിയുടേത്. അവസാനമായി രേവതി നക്ഷത്രത്തിൻ്റെ ഇരിപ്പ എന്ന മരമാണ് അവരുടെ ദേവവൃക്ഷം അഥവാ അവരുടെ നക്ഷത്രവൃക്ഷമായിട്ട് വന്നിട്ടുള്ളത്. ഇത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മസ്വാമി ക്ഷേത്ര പരിസരത്തുള്ള പുണ്യം പൂങ്കാവനം എന്ന നക്ഷത്ര വൃക്ഷങ്ങളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന് പറയാവുന്നൊരു സ്ഥലം തന്നെയാണിത്. നക്ഷത്ര വൃക്ഷങ്ങളുടെ ചുറ്റും വന്ന് അവർ പ്രാർത്ഥന നടത്തുകയും വിളക്ക് വെച്ച് ആരാധിക്കുകയും പ്രദക്ഷിണം വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു നിത്യ കാഴ്ചയായി കാണാവുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നിരവധി ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് സകുടുംബമായെത്തി അവരവരുടെ വൃക്ഷങ്ങൾക്ക് അവരവരുടെ ദേവവൃക്ഷങ്ങൾക്ക് അവരവരുടെ നക്ഷത്ര വൃക്ഷങ്ങൾക്ക് വലം വെച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥനയോടുകൂടി മടങ്ങുന്ന കാഴ്ച വളരെ ഭക്തിസാന്ദ്രമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ ജോലിക്കാരുണ്ട്, സംരക്ഷണത്തിനായി സെക്യൂരിറ്റിക്കാരുണ്ട്. അങ്ങനെ നിരവധി കുടുംബങ്ങൾ ഭക്തർ വന്ന് നക്ഷത്രവൃക്ഷങ്ങളെ പരിപാലിക്കുന്നൊരു സ്ഥലമാണ്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നതുവരെ നന്ദി, നമസ്കാരം.